മുക്കം സിനി ഫയൽ ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഇരുവഴുതി ഫിലിം ഫെസ്റ്റിവൽ 2026 നിന്ന് തുടക്കമായിരിക്കുകയാണ്. നമ്മുടെ ഈ മലയോര മേഖലയിലെ സിനിമ ആസ്വാദകരെല്ലാം ചേർന്ന് രൂപീകരിച്ചൊരു ക്ലബ്ബാണ് മുക്കം സിനി ഫയൽ ക്ലബ്ബ് എന്ന് പറയുന്നത്. ഈ ക്ലബിൻ്റെ നേതൃത്വത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഷോർട്ട് ഫിലിമുകളുടെയൊക്കെ പ്രദർശനമടങ്ങുന്ന ഒരു മനോഹരമായ ഫിലിം ഫെസ്റ്റിവലിന് തുടക്കം കുറിക്കുകയാണ്. നഷ്ടപ്പെട്ടു പോയ പലതിനെയും തിരിച്ചു പിടിക്കാനും നമുക്ക് സന്തോഷത്തോടെയും വലിയ ചിന്തകൾക്ക് ഇടം നൽകുകയും ചെയ്യുന്ന രൂപത്തിൽ നിരവധിയായിട്ടുള്ള സിനിമകൾ നമ്മുടെ സമൂഹത്തിന് ചുറ്റും നമുക്ക് ചുറ്റുമായിട്ടുണ്ട്. അത്തരം സിനിമകളെയൊക്കെ കൃത്യമായ പ്രദർശനം നടത്തി കൂടുതൽ ആസ്വാദകരിലേക്ക് എത്തിക്കാൻ കഴിയുന്ന രൂപത്തിലേക്കാണ് ഈ ഫിലിം ഫെസ്റ്റിവലിന് ഇന്ന് തുടക്കം കുറിക്കുന്നത്. ഇന്നൊരു ദിവസമാണ് ഇന്നത്തെ ഫിലിം ഫെസ്റ്റിവലിലൂടെ സംഘടിപ്പിക്കുന്നതെങ്കിലും വരുന്ന ആളുകളിൽ ഒരു വലിയ ഫിലിം ഫെസ്റ്റായി വളരാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള സംഘാടക മികവ് ഈ ഫിലിം ഫെസ്റ്റിവലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കി മുക്കത്തെ അറിയപ്പെടുന്ന ഫിലിം ഫെസ്റ്റിവലായിട്ട് മാറട്ടെ. PC തിയേറ്റർ ഒരുപാട് ഫിലിം ഫെസ്റ്റിവലുകളുടെ വേദിയാണ്. ഇനിയും ഒരുപാട് ഫിലിം ഫെസ്റ്റുകൾക്ക് വേദി ഒരുക്കാൻ മുക്കത്തിന് കഴിയട്ടെ. മുക്കം എന്ന് പറഞ്ഞ ഈ മതസാഹോദര്യത്തിൻ്റെ നാട്, കലാകാരന്മാരുടെ ഈ നാട് ഫിലിം ഫെസ്റ്റിവലിലൂടെ ഇനി ലോകത്തിന് മുന്നിലേക്ക് അറിയപ്പെടട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുന്നു. ഇരുവേദി ഫെസ്റ്റിവലിന്റെ അക്കുവിന്റെ പടച്ചെടുത്തുള്ള ഫിലിമൊക്കെ കാണാൻ കഴിഞ്ഞാൽ, ഇവിടെ വരാൻ കാണാൻ കഴിഞ്ഞത് നന്ദിയുണ്ട്. ഇങ്ങനത്തെ പടങ്ങളൊക്കെയാണ് നമുക്ക് ശരിക്കും സമൂഹത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്. കാരണം ഇതിന്റെ സംഘാടകർക്ക് എല്ലാവർക്കും ഭയങ്കര അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. ഫെസ്റ്റിവൽ ഒക്കെ നടത്തുന്നത് വളരെ ആവശ്യമാണ്. ഒന്നാമത് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ഈ കുട്ടികൾ വഴി കഴിച്ചു പോകുന്നതും മറ്റു കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ എന്റെ മൂന്നെണ്ണത്തിലൊന്നും അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ ഓരോരോ പരിപാടികൾ വരുമ്പം തിയേറ്ററിലൊക്കെ വരുമ്പോൾ അവർക്കൊരു മാനസികമായിട്ടും ഒരു ആത്മവിശ്വാസം കൂടുതൽ ഒക്കെ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇത്തരം പരിപാടികൾ കലാകാരന്മാർക്ക്, പുതിയ തലമുറയിൽപ്പെട്ട വളർന്നു വരുന്ന കലാകാരന്മാർക്ക് അവസരം കൊടുക്കുക എന്നുള്ളത് ഒരു പ്രധാന വിഷയം തന്നെയാണ്. സിനിമ ചിലതൊക്കെ കണ്ടു, പക്ഷെ ഇതിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നത് കുറഞ്ഞ സമയം കൊണ്ട് നമ്മളൊക്കെ മുക്കത്ത് ജീവിക്കുന്ന ആളുകളാണ്. നമ്മളൊക്കെ അമ്പരപ്പിച്ചുകൊണ്ടുള്ള രൂപത്തിൽ 2 മാസം കൊണ്ട് ഇത്തരം ഒരു സംരംഭം സാധ്യമാക്കി അതിനെ പ്രാവർത്തികമാക്കി എന്നുള്ളത്. ഇതുമാണെങ്കിൽ അതിന്റെ സംഘാടകരെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളും തീർച്ചയായിട്ടും മുക്കത്തിന്റെ സാംസ്കാരിക മുക്കത്തിന്റെ അഭിനന്ദനം അറിയിക്കും. സിനിമ നാടക പ്രവർത്തകനായ അമീൻ ജോഹറാണ് ഇതിൻ്റെ കൂടെ ഉള്ളത്. മുക്കം PC തിയേറ്ററിൽ നിൽക്കുമ്പോൾ മുക്കത്തിനെ സംബന്ധിച്ച് നമുക്ക് മുക്കം മൊയ്തീനെ കുറിച്ച് പറഞ്ഞുകൊണ്ടും അതേപോലെ തന്നെ കാഞ്ചനമാലയും സുരാസു അടക്കമുള്ള നമ്മുടെ കാരശ്ശേരി സലാമാഷ് അടക്കം അങ്ങനെ പറഞ്ഞാൽ തീരാത്ത വലിയൊരു ശൃംഖലയുണ്ട്. സിദ്ദിഖ് ചേന്നകോലൂർ മുതൽ ബന്ന മുതൽ അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ഈ ഒരു പ്രദേശത്തെ ഒരു സിനിമ പ്രദർശനവും അതേപോലെ തന്നെ ഫെസ്റ്റിവലും എന്ന് പറഞ്ഞാൽ നാട്ടുകാരെ സംബന്ധിച്ച് പുതുമയല്ല. ഇപ്പോൾ നിങ്ങൾ പുതുതായിട്ട് സിനി ഫയൽ മൂവി ക്ലബ്ബ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നിവിടെ ഫിലിം ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സിനി ഫയൽ മൂവി ക്ലബ്ബ് എന്ന് പറഞ്ഞ ഈ ഒരു ഫിലിം പ്രദർശനവും അതേപോലെ തന്നെ ഫിലിം ഫെസ്റ്റിവലും മാത്രമല്ല, ഇതിന് പിന്നിൽ വേറെയും ഒത്തിരി പരിപാടികൾ നടന്നതായിട്ട് നമുക്ക് മാധ്യമങ്ങളിലൂടെ അറിയാൻ സാധിച്ചിട്ടുണ്ട്. എന്താണ് ഈ സിനി ഫയൽ മൂവി ക്ലബ്ബ് തുടങ്ങാനുണ്ടായ ഒരു സാഹചര്യവും അതുകൊണ്ട് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇനി ഭാവിയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും ഇപ്പം എന്തൊക്കെയാണ് ചെയ്തതെന്നാണ് അറിയേണ്ടത്. തുടങ്ങാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ആഗ്രഹങ്ങൾ, താല്പര്യങ്ങൾ ആണ്. സിനിമയിൽ വരാനും സിനിമ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന കുറച്ച് ആളുകൾ, അവർക്ക് അവരുടെ ഒരുപാട് ആഗ്രഹങ്ങൾ അങ്ങനെ അട്ടി വന്നപ്പോൾ ഉണ്ടായ ഒരു സംഗതിയാണ് സിനി ഫയൽ മൂവി ക്ലബ്ബ് എന്ന് പറയുന്നത്. ഇതിൽ ചെയ്യാൻ പോകുന്ന സംഗതികൾ ഒന്ന് ഇത് തന്നെയാണ്. ഇപ്പം ഫെസ്റ്റിവൽ നടന്നു. നമ്മൾ എല്ലാ കൊല്ലവും ഇനി ഇരുവഴിഞ്ഞി ഫിലിം ഫെസ്റ്റിവൽ അതിൻ്റെ എഡിഷനുകൾ വന്നുകൊണ്ടിരിക്കും. അതോടൊപ്പം ഒരു കാലത്ത് സിനിമയിലേക്ക് വരാൻ ആഗ്രഹിച്ചിരുന്ന ഞങ്ങളൊക്കെ അനുഭവിച്ചിരുന്നൊരു പ്രശ്നമുണ്ട്. എന്തെങ്കിലും പ്രോത്സാഹനം തരാൻ സഹായിക്കാനൊന്നും ആരുമില്ലാത്ത ഒരവസ്ഥ അന്നൊക്കെ തട്ടിമാറ്റുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും. മാത്രമല്ല ഒരു വ്യക്തിപരമായിട്ടൊക്കെയുള്ള പല പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ച് വന്നിട്ടുണ്ട്. അപ്പം അത്തരം പ്രശ്നങ്ങൾക്കൊക്കെ ഒരു ചെറിയ പരിഹാരം എന്നുള്ള നിലയ്ക്ക് പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ സിനിമ നിർമ്മാണ രംഗത്തൊക്കെ പരിശീലനം കൊടുക്കുക എന്നുള്ളത് സിനി ഫയലിൻ്റെ ഒരു പ്രധാന ലക്ഷ്യമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മേളയോടനുബന്ധിച്ച് 2 ദിവസത്തെ ക്യാമ്പ് ഉണ്ടായിരുന്നു. അതിൽ കുട്ടികൾക്കുള്ള ക്യാമ്പ് നടത്തിയിരുന്നു. ആ ക്യാമ്പിൽ അവരൊരു സിനിമ നിർമ്മിച്ചു. അത് നമ്മളിന്ന് കണ്ടു. ഒരു നിമിഷം എന്ന പേരിൽ ഒരു നിമിഷമുള്ള സിനിമയാണെങ്കിലും കുട്ടികൾ തന്നെ അവരോട് ഒരു കഥ പറയിപ്പിക്കുകയായിരുന്നു. അവരോട് ആദ്യം കഥയുടെ ഒരു സംഗതി എങ്ങനെ കഥ ഉണ്ടായി വരുന്നത് എങ്ങനെയാണ്, ആ കഥയ്ക്ക് ഒരു ആശയം വേണം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു കൊടുത്തു. തലേ ദിവസം വേറെ ക്ലാസ്സുകളുണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ കുട്ടികൾ തന്നെ ഇങ്ങോട്ട് പറയുന്ന രീതിയിൽ അവരെ കൊണ്ട് കഥ പറയിപ്പിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ചെറിയൊരു കഥ അവരോട് പറയിപ്പിച്ചു.
അവരിൽ നിന്ന് വെച്ച് തന്നെ അവരോട് ചോദിക്കായിരുന്നു നമ്മൾ, ആർക്കാണ് സംവിധാന രംഗത്ത് വരാൻ താല്പര്യമുള്ളത്, ആർക്കാണ് അഭിനയിക്കാൻ താല്പര്യമുള്ളത്, ആർക്കാണ് എഡിറ്റിങ്ങിൽ, ക്യാമറയിൽ, ഇങ്ങനെ ഓരോ രംഗത്ത് താല്പര്യം ചോദിച്ചപ്പോൾ ഓരോ വിഭാഗം കുട്ടികൾ, ഞങ്ങൾ ഡയറക്ഷൻ വരുന്നു, ഞങ്ങൾ എഡിറ്റിങ്ങിന് വരുന്നു, ഞങ്ങൾ ക്യാമറയിൽ വരുന്നു, അവരിങ്ങനെ പറഞ്ഞു വന്നു. അപ്പോൾ അവരൊക്കെ അങ്ങനെ ഓരോ ഭാഗങ്ങളാക്കി. എന്നാൽ ഈ പറഞ്ഞ കുട്ടികളൊക്കെ അഭിനയിക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു കഥ തന്നെയാണ് ഉണ്ടാക്കിയെടുത്തിരുന്നത്. മുഴുവൻ കുട്ടികളും അതിന് അഭിനയിച്ചു എന്നുള്ളതാണ്. ആ ക്യാമറ പങ്കെടുക്കും മുമ്പിലും പിന്നിലും ഈ കുട്ടികളൊക്കെ തന്നെ ഉണ്ട്. എന്ന് വെച്ചാൽ പൂർണ്ണമായി കുട്ടികൾ ചെയ്തെന്നല്ല, കുട്ടികളുടെ പരിമിതികളുണ്ട്. പിന്നെ സിനിഫയിലെ പ്രവർത്തകരൊക്കെ തന്നെ അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. എന്നാൽ പോലും കുട്ടികൾക്ക് ഇപ്പോൾ ഈ ഒരു നിമിഷം എന്ന സിനിമയിൽ പങ്കെടുത്ത കുട്ടികൾക്ക് സിനിമയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ചെറിയ കനൽ ഉള്ളിലെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് കത്തി വരാനുള്ള ഒരു കാരണം ആകും ഈ ക്യാമ്പ് എന്നുള്ളത് ഞങ്ങൾക്ക് സംശയമില്ല. അപ്പോൾ തീർച്ചയായിട്ടും സിനിഫയിലെ ലക്ഷ്യങ്ങളിൽപ്പെട്ട ഒന്ന് പുതിയ കുട്ടികൾക്ക് ഇത്തരം അവസരങ്ങൾ കൊടുക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചു കഴിഞ്ഞു. സിനിഫയിലിൻ്റെ ഇത്തരം പരിപാടികളിൽ എന്താണ് മുന്നോട്ട് വെക്കുന്ന മെസ്സേജ് അല്ലെങ്കിൽ രാഷ്ട്രീയം? പ്രത്യേകിച്ചും ഇന്ന് നടന്ന ഫിലിം ഫെസ്റ്റിവലിൽ പ്രത്യേകമായി കാണിച്ചിരിക്കുന്ന പ്രൈവറ്റ് എന്ന സിനിമ, ആ സിനിമക്ക് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയമുണ്ട്. എന്താണ് സിനിഫയിൽ മൂവി ക്ലബിൻ്റെ രാഷ്ട്രീയം? രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ രാഷ്ട്രീയത്തിന് കക്ഷി രാഷ്ട്രീയം എന്നൊരു സംഗതി കൂടി വരുമ്പോൾ ഒരു പ്രശ്നമുണ്ട് ആവശ്യത്തിൽ മറുപടി പറയാൻ. അത്തരം ഒരു സംഗതി ഇല്ല എന്ന് തന്നെ പറയേണ്ടത്. കാരണം സിനിഫയിൽ ഇപ്പം നിലവിൽ അതിൻ്റെ കോർ കമ്മിറ്റിയിലുള്ള 8 പേരുണ്ട്. ഈ 8 പേരിൽ എന്താ പറയുക, നമ്മൾ നാനാത്വത്തിൽ ഏകത്വം എന്ന് ഇന്ത്യയെക്കുറിച്ച് പറയുന്ന അത് അക്ഷരാർത്ഥത്തിൽ പുലർന്നിരിക്കുന്ന ഒരു സാധനമാണ്. അതിനകത്ത് ജാതിയും മതവും ഒക്കെ കൃത്യമായിട്ട് പാലിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ അതിനെല്ലാം പുറത്തു നിൽക്കുന്ന ആളുകളുണ്ട്. കക്ഷി രാഷ്ട്രീയത്തിൽ പറയുകയാണെങ്കിൽ അതിൽ ഇടതുപക്ഷത്തിൽ CPIM-ൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്, കോൺഗ്രസ്സുകാർ അതിനകത്തുണ്ട്, മുസ്ലിം ലീഗുകാർ അതിനകത്തുണ്ട്, വെൽഫെയർ പാർട്ടി ജമാഅത്തെ ഇസ്ലാമിക്കാർ അതിനകത്തുണ്ട്, BJP-ക്കാരുണ്ട്. ഇനി ഇതിലൊന്നും ഇല്ലാത്ത നേരത്തെ പറഞ്ഞ മാതിരി പാർട്ടിയൊന്നും ഇല്ലാതെ നിൽക്കുന്ന അങ്ങനെയുള്ള എല്ലാവരും ചേർന്ന ഒരു 8 ആളുടെ ഒരു കൂട്ടമാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ അത് ഇന്നതാണ് ഇതിനാണ് പറഞ്ഞിരുന്നു, ഒരു കലാകൂട്ടായ്മ, ഒരു പച്ച എന്താ പറയുക, ഒരു പച്ച എന്ന് പറയുമ്പോൾ രാഷ്ട്രീയത്തിൽ പച്ചല്ല, മനുഷ്യർ പച്ച എന്ന് പറയുന്നത് പച്ച മനുഷ്യന്മാരുടെ ഒരു കലാകൂട്ടായ്മ, അങ്ങനെയുള്ള ഒരു സാധനമായിട്ടാണ് സിനിഫയിൽ പോകുന്നത്. തീർച്ചയായിട്ടും ഇതിൻ്റെ ഫിലിം ഫെസ്റ്റിവൽ എന്നുള്ള മൂഡിലേക്ക് വരുന്ന സമയത്ത് ഫിലിം ഫെസ്റ്റിവലിലേക്ക് ആവശ്യമുള്ള മൂവികളുടെ ഒരു തെരഞ്ഞെടുപ്പ് എങ്ങനെയായിരുന്നു? ഞങ്ങൾ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പം ഇത് സോഷ്യൽ മീഡിയയിലും മറ്റ് മാധ്യമങ്ങളിലൊക്കെ ഔട്ട് ചെയ്തിരുന്നു. അങ്ങനെ ഔട്ട് ചെയ്തപ്പോൾ ആളുകൾ ഞങ്ങൾക്ക് അയച്ചു തന്നതെന്ന് സെലക്ട് ചെയ്തതാണ്. കാരണം ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് വിളിച്ചതല്ല, മത്സരത്തിലേക്ക് അയച്ചു തന്ന സംഗതിയാണ്. പ്രദർശിപ്പിക്കാനുള്ളത് ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കുന്നത് അതിന് ഈ പറഞ്ഞ ഒരു രാഷ്ട്രീയവും ഒരു മൂല്യവും ഒക്കെ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ ഉദ്ഘാടന സമയത്തൊക്കെ പറഞ്ഞിരുന്നു. എന്തെങ്കിലും ഒരു സംഗതി കാണിക്കാന്നുള്ളതിന് പകരം ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന, നാടിനും നാട്ടുകാർക്കും ഉപകാരപ്പെടുന്ന എന്തെങ്കിലും സംഗതി ആയിരിക്കണം എന്ന് ആ ഒരു രാഷ്ട്രീയം, അത് കക്ഷി രാഷ്ട്രീയം എന്ന് പറയുന്ന സംഗതിയല്ല, എന്നാൽ ആ ഒരു രാഷ്ട്രീയം, ആ ഒരു മൂല്യം അതിനകത്തുണ്ട്. അത് വെച്ചുകൊണ്ട് തന്നെയാണ് രാവിലെ കാണിച്ചിരുന്ന അക്കുവിൻ്റെ പടച്ചോൻ എന്ന സിനിമ. അതൊരു തീർത്തും ഒരു പ്രകൃതി സിനിമയായിരുന്നു. നമ്മുടെ നാട്ടിൽ തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സിനിമയായിരുന്നത്. രണ്ടാമത് വൈകുന്നേരം നമ്മൾ കാണിച്ച പ്രൈവറ്റ് എന്ന സിനിമ, അത് ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് അനുഭവിക്കുന്ന ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാൻ പേടിയുള്ള എന്നാൽ ഒരു യാഥാർത്ഥ്യവും ആയിട്ടുള്ള ഒരു സംഗതിയെ കൈകാര്യം ചെയ്യുന്ന സിനിമയായിരുന്നു. അപ്പോൾ അത്തരം സിനിമകൾ നമ്മൾ സാധാരണ ഫെസ്റ്റിവൽ മൂവി എന്ന് പറഞ്ഞു വരുന്ന വളരെ സ്ലോ ആയിട്ടൊക്കെയുള്ള അല്ലെങ്കിൽ പ്രത്യേക ഒരു പാറ്റേണിൽ പോകുന്ന മൂവി എന്നുള്ളതല്ല. അതിനകത്തുള്ള മെസ്സേജുകളാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അതാണ് തിയേറ്റർ മൂവി ആയിട്ട് ഓൾറെഡി തിയേറ്ററിൽ റിലീസ് ചെയ്ത ഒരു ചിത്രമാണ് ഫെസ്റ്റിവലിൽ കാണിച്ചിരിക്കുന്നത്. അതെ. എന്നാൽ അത് അത്ര ഓടിയിട്ടില്ല. അതൊരു അണ്ടർറേറ്റഡ് ഫിലിമിനെ നിങ്ങൾ ഫെസ്റ്റിവലിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ പ്രൈവറ്റ് സിനിമ ഒക്കെ കണ്ടപ്പോൾ ആളുകൾ വരുമ്പോൾ അയ്യോ ഇത് കാണാൻ പറ്റില്ലല്ലോ, ഇവിടെ കളിച്ച സിനിമ ആയിരുന്നല്ലോ എന്നവർ പറയുന്നു. അപ്പോൾ അതുകൊണ്ട് അവരിന് പുറത്തു വരും പറയും പ്രൈവറ്റ് എന്നൊരു സിനിമ ഉണ്ട്, എവിടെയെങ്കിലും പോയി കാണണം എന്നത് ചർച്ചയാവും. അപ്പോൾ അതുകൊണ്ട് ആ സിനിമ ചെയ്ത ആൾക്ക്, അതിന് സംവിധായകൻ, അതിന് പ്രൊഡ്യൂസറൊക്കെ അനുഭവിച്ച കുറേ പ്രശ്നങ്ങളുണ്ടാവും. ഇത്രയും വലിയൊരു ആശയം മുന്നോട്ട് വെച്ചിട്ട് അത് വേണ്ട രീതിയിൽ ചർച്ച ചെയ്യപ്പെടാതെ പോകുമ്പോൾ ആ കാര്യത്തിൽ സിനിഫയലിന് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിഫയൽ പ്രവർത്തകർ അതിൽ കൃതാർത്ഥരാണ്. ഭാവി പ്രവർത്തനങ്ങൾ എന്താണ്? ഭാവി പ്രവർത്തനം ഒന്ന് ഇത് തന്നെയാണ്. അടുത്ത വർഷവും ഇതുപോലെ ഇരുവഴിഞ്ഞി ഫിലിം ഫെസ്റ്റിവൽ. ഒരു കൗതുകരമായ ചോദ്യമാണ്, അടുത്ത വർഷം വരെ നമുക്കിനി സമയമുണ്ട്, അതിനിടയ്ക്കുള്ള പ്രവർത്തനങ്ങൾ അതും ഞങ്ങളുടെ മനസ്സിലുണ്ട്. പിന്നെ സിനിമ ചർച്ചകൾ, പിന്നെ അതുപോലെ സിനിഫയിൽ തന്നെ ചെറിയ സിനിമകളൊക്കെ ഇറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അടുത്ത് തന്നെ ചില സിനിമകളൊക്കെ സിനിമയിൽ എല്ലാവരും സിനിമാക്കാരാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വ്യക്തിപരമായിട്ടൊക്കെ നേരത്തെ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതിന് ഒരു കൂട്ടായ്മ വന്നു. സിനിഫയിൽ എന്നുള്ള പേരിൽ തന്നെ ചിലപ്പോൾ സിനിമകളൊക്കെ വരും. അത് ചിലപ്പോൾ വലിയ സിനിമ വരാം, ചെറിയ സിനിമ വരൊക്കെ സാഹചര്യം വെച്ചാൽ പലതും വരും. അതുപോലെ
ചെറിയ ചർച്ച, ഇപ്പോൾ സിനിമാ ചർച്ചകൾ നടത്തും നമുക്ക്. അതുപോലെ പിന്നെ സിനിമ പ്രദർശനം നമ്മളിങ്ങനെ ഫെസ്റ്റിവൽ നടത്തിക്കൊള്ളൊന്നല്ല, അല്ലാത്ത രീതിയിൽ തന്നെ ഒരു സിനിമ കാണാൻ ഒരു 10-20 ആൾക്കാർ കൂടുന്നുണ്ട്. എന്നാൽ നമുക്ക് എവിടെയെങ്കിലും പോയിരുന്നൊരു സിനിമ കാണാം. അങ്ങനെ കാണാൻ പറ്റാത്തൊരു, കാണാൻ കിട്ടാതെ പോയ ഒരു സിനിമ ഉണ്ടാവും, അത്തരം സിനിമകൾ കാണാം. ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള പ്രവർത്തനങ്ങളുണ്ട്. ഫെസ്റ്റിവലിന്റെ പേര് തന്നെ ഇരുവഞ്ഞി എന്നാണ്. അപ്പൊ ഇതിന്റെ ഒരു ബൗണ്ടറി നിങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ടോ? ഇതിന്റെ ഒരു ഏരിയ മുക്കം സത്യത്തിൽ ഇതിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ മുക്കം മുനിസിപ്പാലിറ്റിയിലുള്ള ഒരു കുറച്ച് ആളുകളുടെ സിനിമ കാണിക്കാം എന്നുള്ളതായിരുന്നു. പിന്നീടാണ് ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ അത് വേണ്ട, കുറച്ചും കൂടി വലുതാവാം. അങ്ങനെയാണ് കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ളതാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. നാളെ ഒരു പക്ഷേ ഇത് കേരളത്തിലും ഇന്ത്യയിലും അങ്ങനെയൊക്കെ പുറത്തൊക്കെ പോയിക്കൂടെ ആർക്കും വരാം. പക്ഷേ അതിൽ പാലിക്കേണ്ട ഒരു സംഗതി, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സാധനം, കക്ഷി രാഷ്ട്രീയം, മതം, ജാതി, അങ്ങനെയൊക്കെയുള്ള ചില അതൊക്കെ ഉണ്ടാവും, മനുഷ്യർക്ക് അതൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഈ പറയുന്ന എനിക്ക് തന്നെ എൻ്റെ മതവും എൻ്റെ രാഷ്ട്രീയമൊക്കെ എനിക്കുണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് ഉള്ളിലുള്ളതും അത് പ്രചരിപ്പിക്കാൻ വേണ്ടി നമ്മൾ പേഴ്സണലായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ ഉണ്ടാവും. പക്ഷേ സിനിഫയിൽ വരുന്നതോടു കൂടി ഒരു പൊതു തീരുമാനം ഉണ്ടാവും. അതിനനുസരിച്ച് മാത്രമായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുക. അവിടെ എൻ്റെ കാര്യങ്ങൾ നടക്കണം, ഞാൻ വിചാരിക്കുമ്പോൾ നടക്കണം എന്നുള്ള രീതിയിലേക്ക് വരാതെ പൊതുവായിട്ട് കലാപ്രവർത്തനം നടത്താൻ ആഗ്രഹിക്കുന്ന, പ്രത്യേകിച്ച് സിനിമ പ്രവർത്തനം നടത്താൻ ആഗ്രഹിക്കുന്ന ആർക്കും ഇതിനകത്തേക്ക് വരാം. ഒരു എന്താ പറയുക, ഒരു ഫിലിം ക്ലബ്ബും ഒക്കെ ഒരു ഇങ്ങനെ ഭാവിയിൽ സിനിഫലിൻ്റെ പദ്ധതികളാണ്. Invest your sleep on right mattress. 4-Wish mattress for healthy sleep. Kadodi Gold and Diamonds, Mavur, Puvattuparambur.